എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു കുഞ്ഞ് ഫാനാണ് നമ്മൾ നിർമ്മിക്കാനായിട്ട് പോകുന്നത്. 12 വാൾട്ട് DC മോട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഫാൻ നിർമ്മിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് പവർ ബാങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് മാത്രമല്ല, നമുക്കിത് യൂസ് ചെയ്യുന്നത് വഴി ഒരുപാട് കറണ്ട് നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫാൻ നിർമ്മിക്കാനായിട്ട് ഒരു DC മോട്ടറും ഒരു ലീഫും പിന്നെ ഒരു ക്ലാമ്പും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 12 വാൾട്ടിൻ്റെ DC ചാർജറാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കൊരു കുഞ്ഞു വയറിൻ്റെ ആവശ്യം കൂടെ ഉണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് നെറ്റ് എടുത്തിരിക്കുകയാണ് നമ്മുടെ ഫാനിൻ്റെ ബോഡി ചെയ്യാനായിട്ട്. കുറച്ച് നെറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ നെറ്റ് തന്നെ വേണമെന്നില്ല. ഇപ്പോൾ നമ്മുടെ പഴയ ടേബിൾ ഫാൻ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഫ്രെയിം കിട്ടിയാൽ അതും മതിയാവും നമുക്കിത് ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മുടെ ലീഫ് അതിന് കണക്കായിട്ട് അതിന് തക്കവണ്ണം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ നെറ്റിൻ്റെ സെൻറ്ററായിട്ട് നമുക്ക് ഈ DC മോട്ടറെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ DC മോട്ടറിൻ്റെ വില വരുന്നത് 160 രൂപയാണ് വരുന്നത്. ഈ ലീഫിൻ്റെ വില വരുന്നത് 50 രൂപയാണ്. അപ്പോൾ നമുക്കിടെ എല്ലാ ഇലക്ട്രിക്കൽ ഷോപ്പിലും ഇത് അവൈലബിളും ആണ്. അതിനുശേഷം നമ്മുടെ ഈ ക്ലാമ്പ് ഇതേപോലെ വളച്ചിട്ട് നമ്മുടെ DC മോട്ടറിൽ ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ക്ലാമ്പിനെ നമ്മുടെ DC മോട്ടറിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഈ ക്ലാമ്പും മോട്ടറും കൂടെ ചേർത്ത് നമുക്ക് ഈ നെറ്റിലൂടെ നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് നെട്ടും ബോൾട്ടിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇട്ട് കൊടുത്തൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ DC മോട്ടർ നമ്മുടെ നെറ്റിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഈ ഫ്രെയിമിനകത്ത് നമ്മുടെ ലീഫ് സെറ്റ് ചെയ്യണം. അപ്പോൾ ലീഫ് സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ലീഫ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രെയിമിൽ തട്ടിക്കഴിഞ്ഞാൽ നല്ല ശബ്ദം ഉണ്ടാവും. ഫാൻ ഓൺ ആകുമ്പോൾ നല്ല ശബ്ദം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഫ്രെയിമിൽ തട്ടാത്ത രീതിക്കാണ് നമ്മുടെ ലീഫ് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഇതേപോലെ മടക്കിയിട്ട് നമുക്ക് ടാഗോ മറ്റെന്തെങ്കിലും കമ്പി ഇട്ടോ നമുക്ക് ഇതുപോലെ ചുറ്റി കൊടുക്കാം. അതിൻ്റെ ടോപ്പ് ഭാഗം നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ഈ നെറ്റിനെ കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് മടക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ മടക്കി വെച്ചിട്ട് നമുക്ക് ടാഗ് ഇടണമെങ്കിൽ ടാഗ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ടാഗ് ഇടുന്നില്ല, കാരണം നല്ല സ്ട്രോങ് ആയിരിക്കുന്നത് ആയതുകൊണ്ടാണ് ഞാൻ ടാഗ് ഇടാത്തത്. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലോ പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെയും ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫാനിൻ്റെ ഫ്രെയിമും ബാക്കിയെല്ലാം ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ ലൈന് കൊടുത്ത് നമുക്കിതൊന്ന് കറങ്ങുന്നുണ്ടോ സ്പീഡുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് ഞാൻ എടുത്ത ആ വയറിനെ നമ്മുടെ ബാക്കിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് ഇതിനെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇൻസുലേഷൻ ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ 12 വാൾട്ട് DC ചാർജിലാണ് ഇതിനെ കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാർജിൻ്റെ കൂടെ നമുക്ക് എത്ര വാൾട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ 10 വാൾട്ടിൻ്റെ അടുപ്പിച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ചാർജ് ലാഭിക്കാം എന്ന്. കാരണം ഇതിപ്പോൾ 10 വാൾട്ടിൽ നമുക്ക് അല്ലെങ്കിൽ 12 വാൾട്ടിൽ നമുക്കിത് ഓടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ സാധാരണ ഫാനാണെങ്കിൽ ഏകദേശം 75 മുതൽ 80 വാൾട്ട് വരെ നമുക്ക് എടുക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കറണ്ട് ചാർജിൻ്റെ ഡിഫറൻസ്. ഇപ്പോൾ നമ്മുടെ ഫാൻ നന്നായിട്ട് കറങ്ങുന്നുണ്ട്. അപ്പോൾ നല്ല സ്പീഡും ഉണ്ട്. അപ്പോൾ ഇതാണ് ഫാനിൻ്റെ ശബ്ദം എന്ന് പറയുന്നത്. ഇപ്പോൾ വളരെ ചെറിയൊരു ശബ്ദമാണ്, വലിയ സൗണ്ടൊന്നുമില്ല.
വളരെ ചെറിയ ശബ്ദമാണ്. അപ്പോൾ ഞാനിത് 2-3 ദിവസം യൂസ് ചെയ്തായിരുന്നു. കുഴപ്പമൊന്നുമില്ല, നല്ല ഇതാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു 2 മീറ്റർ അകലെയാണ്. ഇപ്പോൾ കർട്ടൻ അനങ്ങുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ സ്പീഡ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഞാനിവിടെ നമ്മുടെ 12 വാൾട്ട് DC ചാർജർ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ 5 വാൾട്ട് മൊബൈൽ ചാർജറിൽ ഞാനൊന്ന് കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നന്നായിട്ട് കറങ്ങുന്നുണ്ട്. പക്ഷേ നമ്മുടെ 12 വാൾട്ട് ചാർജറിനെക്കാളും അത്ര പവറില്ല. എന്നാലും നമുക്ക് നല്ല അത്യാവശ്യത്തിനുള്ള കാറ്റുണ്ട്. അത്യാവശ്യത്തിനുള്ളതെന്ന് പറയുമ്പോൾ നല്ലൊരു കാറ്റ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അതിൽ. ഇനി നമുക്ക് പവർ ബാങ്കിലും നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. നമ്മുടെ പവർ ബാങ്കിലും നമ്മുടെ ഫോണിൻ്റെ ചാർജറിലും യൂസ് ചെയ്യുമ്പോൾ രണ്ടും സെയിം സ്പീഡാണ് നമുക്ക് കിട്ടുന്നത്, സെയിം കാറ്റുമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും രേഖപ്പെടുത്തുക. ഇതുവരെയ്ക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള നല്ല വീഡിയോസ് ഇനിയും കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.